പേരിടിയിൽ ചടങ്ങിനെ കുറിച്ച് ഓർത്തായിരിക്കും ഇത്രയും അസ്വസ്ഥത അല്ലേ? അവളുടെ കുഞ്ഞിനിടാൻ പേരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കില്ലല്ലോ. അത് അവളുടെ മാത്രമല്ല, എന്റെയും കൂടെ കുഞ്ഞ. അഴകത്ത് നടക്കാൻ പോകുന്ന അവന്റെ പേരിടിയില്ല. അപ്പൊ ചിലപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ല. കാരണം ഞാൻ അവന്റെ അച്ഛനാണല്ലോ. നാണമില്ലേ അനന്തു ഇത് പറയാൻ? എന്റെ മുന്നിലല്ല, ബാലാമണിയുടെ മുന്നിൽ ആ സ്ഥാനം അംഗീകരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഒരിക്കലെങ്കിലും നിങ്ങളാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് അവളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാമോ? അനന്തു ഇനി എത്ര തലകുത്തി നിന്നാലും അവൾ അത് പറയില്ല. അത് അനന്തുവിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് നാണോ ഇല്ലാതെ എന്തിനാ അവളുടെ കുഞ്ഞിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അതെ, ബാലാമണി ഇന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ആ തെറ്റുകൾക്കാണ് അവളുടെ പിന്നാലെ നടന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. എന്നെ അവൾ അംഗീകരിച്ചില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെ. മുമ്പ് അനന്തുവിന് കുറച്ച് ബോധം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് തീരെ ഇല്ല. അതുകൊണ്ടാ എങ്ങനെയൊക്കെ തോന്നുന്നത്. നിങ്ങളോടോ ഈ കുടുംബത്തിനോടോ ബാലാമണിക്ക് യാതൊരു സ്നേഹവും ഇല്ല. അവളിപ്പോ എല്ലാരോടുമുള്ള പക തീർക്കുക. അല്ലെങ്കിൽ കാത്തിരുന്ന് അനന്തു കണ്ടോ, അനന്തുവിന്റെ അമ്മയെയും അനന്തുവിനെയും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാ അഴകത്ത് അവൾ ഈ പേരിടൽ ചടങ്ങ് നടത്തുന്നത്. നിങ്ങൾ ആ ചടങ്ങിന് കാഴ്ചക്കാരായിട്ട് പോലും ഉണ്ടാവാൻ അവൾ സമ്മതിക്കില്ല. അത് അനന്തുവിന്റെ കുഞ്ഞാണെന്ന് ബാലാമണി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അഴകത്തമ്മയുടെ മടിയിലിരുത്തിയേ അവൾ അതിന് പേരിടും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അനന്തു ആ കുഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ, ആ വിശ്വാസം അനന്തുവിനുണ്ടെങ്കിൽ ബാലാമണിയെ എതിർത്ത് അമ്മയെ കൊണ്ട് ആ കുഞ്ഞിന് പേരിടിയിക്കണം. എന്തിനാ മോളെ നീ വിഷമിക്കുന്നേ? നിന്നെ വേണ്ടാത്തവരൊന്നും നിനക്കും വേണ്ട. ആരൊക്കെ ഇല്ലെങ്കിലും മോളുടെ കൂടെ ഈ അച്ഛനില്ലേ? എന്താ മോളെ? കാർത്തിക്കിനെ വിളിച്ചിരുന്നോ? 10-14 പ്രാവശ്യം ഞാൻ അവനെ വിളിച്ചു. എൻ്റെ നമ്പർ കാണുമ്പോൾ അവൻ കട്ട് ചെയ്യുക. ഇനി വിളിക്കണ്ട. അവൻ ഇത്രയും മനസാക്ഷിയില്ലാത്തവനാണെന്ന് അച്ഛൻ അറിഞ്ഞില്ല മോളെ. നേരത്തെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ അവൻ്റെ ഒപ്പം നിന്നെ പറഞ്ഞയക്കില്ലായിരുന്നു. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഒക്കെ അച്ഛൻ്റെ മാത്രം തെറ്റാ മോളെ. ആനന്ദും നീയും തമ്മിലുണ്ടായിരുന്ന സൗന്ദര്യ പിണക്കങ്ങൾ അല്പം പക്വതയോടെ നോക്കിക്കണ്ടിരുന്നെങ്കിൽ അച്ഛന് അത് പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ തെറ്റുകൾ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന ആനന്ദിനൊപ്പം പറഞ്ഞയക്കേണ്ടതിന് പകരം അച്ഛൻ ദുർവാശി കാണിക്കുക ചെയ്തത്. അതുകൊണ്ടാ നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. കാർത്തിക്കുമായിട്ട് താരതമ്യം ചെയ്തപ്പോഴാ ആനന്ദിന്റെ നന്മയും ഹൃദയശുദ്ധിയും അച്ഛന് ബോധ്യപ്പെട്ടത്. ഒരിക്കലും നീ അവനെ നഷ്ടപ്പെടുത്തരുതായിരുന്നു മോളെ. നിന്നെ അവൻ അത്രയ്ക്ക് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു കവിതേ,
കവിത വിചാരിക്കും പോലെ അത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നമല്ല ഇത്. ആ കൊച്ചിനെ വാങ്ങിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ കടം മേടിച്ചപ്പോൾ ഒരാഴ്ചക്കകം തിരിച്ചു കൊടുക്കാമെന്നാ നമ്മൾ ലോറൻസിനോട് പറഞ്ഞത്. ആ സമയം കഴിഞ്ഞു. അയാൾ ഇതിനിടയ്ക്ക് 2-3 വട്ടം വിളിക്കുകയും ചെയ്തു. 25 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അതെങ്ങനെങ്കിലും കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് ആ കൊച്ചിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാൻ കവിത എന്തൊക്കെയോ ഐഡിയാസ് കണ്ടുവച്ചിരുന്നല്ലോ. അല്ല, അങ്ങനെ ആയിരുന്നല്ലോ അന്ന് പറഞ്ഞത്. ആ വഴികളൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാ? അഴകത്തമ്മയും ബാലാമണിയെയും എന്റെ വരുതിക്ക് കൊണ്ടുവരാൻ ഈ കുഞ്ഞിനെ ഉപയോഗിക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാമെന്ന് വെച്ചാ അത് പിന്നെ നമുക്ക് തന്നെ വയ്യാവലിയാവും. എങ്ങനെയെങ്കിലും ആ രുക്മിണിയെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കൊച്ചിനെ അവരെ ഏൽപ്പിക്കണം. ഫ്രോഡ് പണി കാണിച്ച് അവരെന്റെ 25 ലക്ഷം രൂപയാ തട്ടിയെടുത്തത്. അവരെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. നമ്മൾ കാശ് കൊടുത്ത് കുട്ടിയെ വാങ്ങിയതിൻ്റെ അന്ന് തന്നെ അവരവിടുന്ന് പോയി. അപ്പോൾ ആ വഴിയും അടഞ്ഞു. അത് മാത്രമല്ല, കവിതയെ തേടി വലിയൊരു അപകടം വരാനിരിക്കുന്നതേ ഉള്ളൂ. 50 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവർക്കത് അറിയേയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ പോലീസിൻ്റെ കയ്യിൽ ചെന്ന് ചാടും. അങ്ങനെ സംഭവിച്ചാൽ അവർ ഉറപ്പായിട്ടും കവിതയുടെ പേര് പറയും. പോലീസ് കവിത അന്വേഷിച്ച് വരികയും ചെയ്യും. ഇവിടെ വരുമ്പോൾ ഈ കുഞ്ഞിനെ അവർ കാണും. കള്ളനോട്ട് കേസ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, ഇത്രയും മതിയല്ലോ. ഒരു 10-25 വർഷം നമ്മൾ ജയിലിൽ കിടക്കും. അതുകൊണ്ട് ആ രുക്മിണി പോലീസിൻ്റെ കയ്യിൽ ചെന്ന് പെടരുതേ എന്ന് പ്രാർത്ഥിച്ചു. വക്കീലെ, വേറെ കുഴപ്പമൊന്നുമില്ല. ലീലാമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആ പോലീസുകാർക്ക് വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. അല്ലാതെ അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോ. ചേട്ടായ പോണിങ്ങന്നേ. ആ വക്കീലേ, ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. പിന്നെ വക്കീലിനൊരു കൊലക്കേസ് വാദിക്കാം. അതിനാ ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നേ. വക്കീല് വേഗം ഞങ്ങളെ ജയിപ്പിക്കാൻ പറ്റുന്ന ബുദ്ധിയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്ക്. ശരി. ആ ചേട്ടായി, ഒരു സംശയവും വേണ്ട. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അവൾ തന്നെയാ, ആ ബാലാമണി. ഏട്ടാ, അവളാണെന്നുള്ളതിന് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? അത് സിമ്പിളല്ലേ. നമ്മളാ താവളത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പ് അവൾ എങ്ങനെ അവിടെ എത്തിയെന്ന് മാത്രം ആലോചിച്ചാൽ മതി. എടാ, ചിലപ്പോൾ ആ താവളത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ട് അവൾ വന്നാണെങ്കിലോ? മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ വഴിയില്ല. അങ്ങനല്ല ഏട്ടായി. പോലീസ് അന്ന് അവിടെ വരുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ അവൾ ആ നാടകമൊക്കെ കാണിച്ച് കുറ്റം നമ്മുടെ തലയിലാക്കിയത്. ഒടുക്കം നമ്മൾ. എടാ, ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലീലാമ്മയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി രണ്ടും കൽപ്പിച്ച് ആ ബാലാമണി അങ്ങ് പൊക്കാം. നമ്മുടേതായ രീതിയിൽ ചോദ്യം ചെയ്താ അവള് സത്യം പറഞ്ഞോളും. ലീലാമ്മയെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ആ സ്ഥലത്ത് പോയി അവളെ അങ്ങ് തട്ടണം. കുറ്റം ബാലാമണിയുടെ തലയിലാവുകയും ചെയ്യും. നമുക്ക് കേസിൽ നൂരുകയും ചെയ്യാം. ചേട്ടായി കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേഷൻ ആക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വഴിക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇതൊന്നും നടന്നു കിട്ടിയാ ലീലാമ്മയോടുള്ള നമ്മുടെ പകയും പ്രതികാരവും തീരുകയും ചെയ്യും. കുറ്റം ബാലാമണിയുടെ തലയിലാവുകയും ചെയ്യും. പിന്നെ നമുക്കൊരു തട്ടുകേട് വരികയില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം, അല്ലേ ഏട്ടായി? ബാലാമണി, ഇനി അവളും നമ്മുടെ ശത്രുവാണ്.
ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ മുറിയിൽ വന്നത്? എന്തിനാ നിങ്ങൾ എന്റെ മോന്റെ ദേഹത്ത് തൊട്ടത്? ബാലാമണി, എത്ര നാളാ ഈ കുഞ്ഞിനെ നീ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുക? ഞാനിവൻ്റെ അച്ഛനാ, അത് നീ മറക്കരുത്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു ജീവൻ കുരുത്തൂന്ന് നിങ്ങൾ അറിഞ്ഞ നിമിഷം നിങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഒരമ്മയാവാൻ പോകുന്നതിന്റെ യാതൊരു സന്തോഷവും അന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ഗർഭിണിയാണെന്നറിയുമ്പോഴാ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയോ സംരക്ഷിക്കുകയോ എന്തേലും ചെയ്തോ? എന്നിട്ടിപ്പോ സ്വന്തം ഇഷ്ടത്തിന് എന്നെ ഒഴിവാക്കി തിരഞ്ഞെടുത്ത ജീവിതം നരകമായി എന്ന് ഉറപ്പായപ്പോ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ സ്നേഹിക്കണം, അവനെ താലോലിക്കണം. സമ്മതിക്കില്ല ഞാൻ. എല്ലാം എൻ്റെ തെറ്റ്, ബുദ്ധിമോശം ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്? നിനക്ക് എന്നോട് ഉള്ളിൽ ഇത്രയ്ക്ക് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്? അവനെ നിനക്ക് നശിപ്പിക്കായിരുന്നില്ലേ? പറ, എന്തിനാ നീ അവനെ പ്രസവിച്ചത്? മറുപടിയില്ലേ നിനക്ക്? ഒരുപാട് കഷ്ടപ്പെട്ടും ത്യാഗങ്ങൾ സഹിച്ച് നീ ഇവനെ പ്രസവിച്ചതിൽ അറിഞ്ഞോ അറിയാതെ എന്നോടുള്ള ഇഷ്ടം കൂടെ ഉണ്ട്. നീ അത് അംഗീകരിക്കണ്ട. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ഈ കിടക്കുന്നതേ എൻ്റെ മോനാ. ഇവനെന്നെ അച്ഛാന്ന് വിളിക്കും. ഞാൻ ഇവനെ കൊണ്ട് വിളിപ്പിക്കും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പനി കൂടുതലാണല്ലോ. മരുന്ന് കിട്ടിയോ? ആ, ഇതുകൊണ്ട് മാറുമോ? കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അയ്യോ, അതൊന്നും പറ്റില്ല. പിന്നെ ഇതിനെ എന്ത് ചെയ്യും? ഇവിടെ ഇട്ടിരിക്കാൻ പറ്റുമോ? ഏയ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതിനെയും കൊണ്ട് പുറത്തു പോയാൽ ആരെങ്കിലും കാണും. എങ്ങും കൊണ്ടുപോകാതെ ഇവിടെ ഇങ്ങനെ ഇട്ടിരുന്ന ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പൊ ആര് സമാധാനം പറയും? എടാ, ഈ കുഞ്ഞിനെ ഒരമ്മ പ്രസവിച്ചതാ. അവരുടെ മനസ്സ് ഇപ്പൊ ഇതിനെ ഓർത്ത് നീറുമായിരിക്കും. നിനക്കും കവിതയ്ക്കും ഈ കുഞ്ഞിനെ അറിയാൻ വഴിയില്ല. പക്ഷേ ഞാനൊരമ്മയായതുകൊണ്ട് എനിക്കതറിയാം. എടാ, ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീയാണെങ്കില് ഒരു കുഴപ്പവും വരാതെ ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അല്ലെങ്കിൽ ഇതിനെ പ്രസവിച്ച ആ സ്ത്രീയുടെ ശാപം ഈ ജന്മം നിന്നെ വിട്ടു പോകത്തില്ല. നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുന്നതായിട്ട് കൂട്ടിയാ മതി. കവിത അറിയാതെ ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി ഇതിനെ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ കുഞ്ഞു കാരണം തന്നെ നീ ഇതിൽ കൂടുതൽ അനുഭവിക്കും. അല്ലെങ്കിൽ നീ കണ്ടോ, അനന്തു, സാരമില്ല. അവളെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. നീ കാരണം അത്രയ്ക്ക് അവൾ അനുഭവിച്ചിട്ടുണ്ട്. നീ അവളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ അത് അത്ര വേഗം അവൾക്ക് മറക്കാൻ പറ്റുന്നതല്ലോ. അറിയാം. പക്ഷെ താൻ എൻ്റെ ഭാഗത്തുനിന്നും ചിന്തിച്ചു നോക്ക്. എൻ്റെ രക്തം അവനോടുള്ള സ്നേഹവും വാത്സല്യമൊക്കെ എത്ര നാളെ എനിക്ക് ഉള്ളിൽ അടക്കി വയ്ക്കാൻ പറ്റും? ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഞാൻ പോലും അറിയാതെ അങ്ങ് ചെയ്തു പോകുന്നതാ. അനന്തു, നിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാവും. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് അതിപ്പോൾ നിന്റെ ഉള്ളിലുണ്ട്. ഉണ്ടായിട്ടെന്താ? ഏട്ടനത് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? അറിയേണ്ടവർ അതറിയുന്നില്ലല്ലോ. ഇല്ല ഏട്ടാ, എത്ര കാലം കഴിഞ്ഞാലും അവളെന്നെ മനസ്സിലാക്കില്ല. അവളുടെ കണ്ണിൽ
ഞാനെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവനും ചതിയനുമായിരിക്കും. മാറും. നിന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി അവള് നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസം വരും. അവൾ എന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അതൊന്നും സാരമില്ല. പക്ഷെ നമ്മുടെ അമ്മയോട്, അമ്മ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? അമ്മ കാരണ ഇന്നെൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നത്. അതവൾ ഓർക്കുന്നില്ല. എടാ, അമ്മയെ ബാലാമണി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ മക്കളേക്കാൾ കൂടുതൽ നമ്മുടെ അമ്മയെ അവൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും അവൾ ഇന്ന് ആ അമ്മയെ വെറുക്കുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അമ്മ അവളോട് പറഞ്ഞ ആ കള്ളം. അതുകൊണ്ട് മാത്രമാണ് നിന്റെ മോൻ മരിച്ചുപോയി എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചത്. അമ്മയെ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ആ വിശ്വാസ തകർന്നുപോയി. എടാ, അവൾക്ക് ദേഷ്യം അമ്മയോടല്ല, അവളോട് തന്നെയാണ്. അത് അമ്മയ്ക്കും അറിയാം. എല്ലാം ശരിയാവുമായിരിക്കും. ഇതൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രതീക്ഷ, അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നല്ലേ? എടാ, അവൻ നിന്റെ മോനാ. ബാലാമണിക്കത് നിഷേധിക്കാനാവില്ലല്ലോ. ഏട്ടാ, എന്നായാലും അവൻ നിന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരും. നിന്നെ അവൻ അച്ഛാന്ന് വിളിക്കും. അതുവരെ നീ ക്ഷമയോടൊന്ന് കാത്തിരിക്കും. പിന്നെ നാളെ ഞാൻ അബിയെ കാണാൻ പോകുന്നുണ്ട്. മോന്റെ പേരിടലിന്റെ കാര്യം അബിയോടും കൂടെ പറയണം. അല്ല, നീ അവന് കൊടുക്കാൻ സമ്മാനമൊന്നും വാങ്ങിക്കുന്നില്ലേ? പിന്നെ വാങ്ങിക്കാതെ. അല്ല, എന്താ വാങ്ങുന്നേ? അതൊക്കെ ഉണ്ട്. ഒന്നും പേടിക്കണ്ട, ഇന്നത്തോടെ ഈ തലവേദനയൊക്കെ അവസാനിക്കും. അത് കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് രക്ഷപ്പെടാൻ ഒരു ഉഗ്രൻ ചാൻസ് വന്നു പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്ന. ഞാനിവിടെ നമ്മുടെ ഗോഡൗണിലുണ്ട്. അല്ല, ഒന്നിങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി, ഓക്കെ, കാണാം. കുറെ നാളായിട്ട് നമ്മൾ കള്ളനും പോലീസും കളിക്കല്ലേ സോളമ. ഇന്ന് ഞാൻ ആ കളി അങ്ങ് അവസാനിപ്പിക്കും. എന്താ, അത് വേണ്ടേ? അനന്തു, നിനക്കെന്നെ ശരിക്കറിയില്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. നിന്നെ ശരിക്കും അറിയാൻ വേണ്ടി തന്നെടാ ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആര് പറഞ്ഞിട്ടാ എൻ്റെ ജീവൻ എടുക്കാനുള്ള കൊട്ടേഷൻ നീ ഏറ്റെടുത്തത്? ചോദിച്ചാലുടനെ നീ അതിൻ്റെ ഉത്തരം പറയുമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. പക്ഷേ പറയിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഏത് വിധേനയും ഞാനത് പറയിപ്പിച്ചിരിക്കും. ആർക്കായിരുന്നു എന്റെ ജീവൻ വേണ്ടിയിരുന്നു? പറഞ്ഞില്ലെങ്കിൽ സോളമ നീ തല്ലുകൊണ്ട് ചാവും. പറടാ, മര്യാദയ്ക്ക് പറടാ. അടുത്ത് ഇനിയൊന്നും ചെയ്യരുത്. പറയാം, ഞാനെല്ലാം പറയാം. പറ, ആരാ നിനക്ക് ആ കൊട്ടേഷൻ തന്നത്? പറടാ.
ബാലാമണി, ഇല്ല സോളമ്മ, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. അനന്തുവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ എന്നെ ഏൽപ്പിച്ചത് ബാലാമണിയാണ്.